Ajay, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇപ്പം കൊറോണയായിട്ട് അധിക പേരും ഒരു 80% ഓഫ് IT ഫേംസ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി അതിലുള്ള സ്റ്റാഫുകളൊപ്പം വർക്ക് അറ്റ് ഹോം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെന്താ കാര്യം നമുക്ക് അറിയണതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് അവർക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ, കാരണം സപ്പോർട്ട് കൊടുക്കാൻ അവരെ കമ്പനിയിലത്തെ സിസ്റ്റം അഡ്മിൻസിനൊന്നും ആ നേരത്ത് പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് കുറച്ച് ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ വർക്ക് അറ്റ് ഹോം എന്ന കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ബ്രോഡ്ബാൻഡ് സർവീസിൻ്റെയും ഫൈബറിൻ്റെയും ഒക്കെ എന്താണ് ബാൻഡ് വിഡ്ത്ത് ഷെയറിങ് കുറച്ച് കൂടുതലായി യൂസ് ചെയ്യാം. കാരണം ഒരു കമ്പനിയിലേക്ക് മാത്രമുള്ളത് പല സ്ഥലത്തും സ്പ്രെഡ് ചെയ്തിട്ട് നെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഏരിയത്തെ ബാൻഡ് വിഡ്ത്ത്, ഇപ്പം മൊബൈൽ ത്രൂ നെറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫൈബർ നെറ്റ് എടുക്കുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യും, നെറ്റിൻ്റെ സ്പീഡിൽ നല്ലൊരു ബാൻഡ് വിഡ്ത്ത് ഷെയറിങ്ങിന് നല്ലൊരു കുറവ് വരും. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിരുന്ന വോഡാഫോണിൽ നിന്ന് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്ന് സപ്പോർട്ട് കുറവായിരിക്കും കസ്റ്റമർ കെയറിലെ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് സ്പീഡാണോ കിട്ടണത്, അപ്പോൾ അത് എങ്ങനെയാണ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുക, ആ കാര്യങ്ങൾ ഒരു ട്യൂട്ടോറിയലായിട്ടാണ് ഈ വീഡിയോയുടെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ തന്നെ നമുക്ക് നെറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നെറ്റ് പെട്ടെന്ന് സ്ലോ ആയാൽ എന്ത് ചെയ്യും. അതിൽ നമുക്ക് ആദ്യം ചെയ്യാം, നമ്മൾ മോഡം റൗട്ടർ വെച്ചിട്ട് നമ്മൾ ഫൈബറോ ബ്രോഡ്ബാൻഡോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ റൗട്ടർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാൻ വേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, IP ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്ന് സ്പീഡ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതിന് പുറമെ നിങ്ങളുടെ മൊബൈലിലാണ് നിങ്ങൾ നെറ്റ് എടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, അതൊരു ചോദ്യം തന്നെയാണ്. റൗട്ടർ ഇല്ലല്ലോ, അപ്പം നമ്മുടെ മൊബൈൽ തന്നെയാണ് അതിൻ്റെ റൗട്ടർ. അപ്പം നമ്മളത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൽ എയർപ്ലെയിൻ മോഡ് ഉണ്ട്, നമ്മൾ ആ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എയർപ്ലെയിൻ മോഡിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതേപോലെ എയർപ്ലെയിൻ മോഡ് എടുക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുക, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ഓഫ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഫ്ലഷ് ചെയ്ത് വരും. നിങ്ങൾക്ക് ആ ഒരു സ്പീഡിലേക്ക് വരേണ്ടതാണ്. ഒരു 80 to 85% നിങ്ങൾക്ക് സ്പീഡിൻ്റെ ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കേണ്ട പറ്റും. അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ, അതും മറ്റേ എയർപ്ലെയിൻ മോഡ് ആക്കണതും അതൊന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയും അത് അറിയാത്ത ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും അറിയണമെന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് കറക്റ്റ് സ്പീഡ് ഉണ്ടോ, അവർ തരുന്ന ഫൈബറിൻ്റെ സ്പീഡ് ഉണ്ടോ, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഡൗൺലോഡ് സ്പീഡ് എത്ര, അപ്ലോഡ് സ്പീഡ് എത്ര. ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യണം. പക്ഷെ നമ്മളൊരു മെയിൽ അയക്കുകയാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അപ്ലോഡ് സ്പീഡ് വേണം. അപ്പോൾ അത് എത്രയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഉലുക്കേൻ്റെ നമ്മുടെ എന്ത് സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ ട്രൈ മൈ സ്പീഡ്, അത് വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉലുക്കേൻ്റെ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ചെയ്യാം. ഈ രണ്ട് രീതികളുടെയും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ചെയ്യണത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ കാണാം. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബിൻ്റെയും അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഫേസ്ബുക്ക് വീഡിയോസിൻ്റെയും ഒക്കെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തതിലുള്ള ഇഷ്യൂ അല്ല അത്, കാരണം ഓൾ വേൾഡ് തന്നെ അതിനുള്ള ഒരു പ്ലാനാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം കൂടുതലായിട്ട് ബാൻഡ് വിഡ്ത്തിൻ്റെ ഒക്കെ ഇഷ്യൂസ് സ്റ്റാഫിൻ്റെ ഒക്കെ ആയതുകൊണ്ട് അവരോട് ഫേസ്ബുക്കിനോടും ഗൂഗിളിനോടും പറഞ്ഞിട്ടുണ്ട്. ആൽഫബെറ്റ്സ് ഗൂഗിളിൻ്റെ പാരന്റ് കമ്പനിക്കും ഗവൺമെൻറ് തലത്തിലൊരു ഇത് വന്നത്, ഇന്ത്യയിലല്ല ഓൾ വേൾഡ് എന്ത് ചെയ്യാൻ നമ്മുടെ ഡാറ്റ സ്ട്രീമിങ്ങിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ കൂടുതലായിട്ട് ചിലവാവാതിരിക്കുള്ളൂ. ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ജിയോ ഫൈബറിനുള്ള മോഡം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വെച്ചിട്ടാണ് നെറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ലാപ്പിലേക്ക് ആയിരിക്കും നമ്മൾ കമ്പനി വർക്കൊക്കെ ചെയ്യുക. അപ്പം മൊബൈലിൽ എടുക്കുന്ന പോലെ തന്നെ കുറേ ടാസ്കുകൾ നമ്മൾ ലാപ്പിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഇഷ്യൂ വരും. കാരണം എന്താ വെച്ചാൽ അതിൽ വിൻഡോസിൻ്റെ ബിഹൈൻഡിൽ പല കാര്യങ്ങളും നടക്കുന്നതാണ്, ലൈക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. അപ്പം നിങ്ങളെ അറിവിൽ ചെയ്യണ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഒരു പേജിൽ ഒരു ടാബിൽ ഓപ്പൺ ചെയ്ത് വെക്കും, ജിമെയിൽ വെക്കും, പിന്നെ ഓഫീസിൻ്റെ വേണ്ട വെബ്സൈറ്റ് അതിൻ്റെ അടുത്ത് വെക്കും. അങ്ങനെ എല്ലാം കൂടെ ചെയ്യരുത്. നിങ്ങൾക്ക് ഏതിനാണോ മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് വെച്ചാൽ ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ജിമെയിലാണ് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യേണ്ട കേസാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ യാഹൂ മെയിലാണ് എടുക്കേണ്ടത് വെച്ചാൽ ആ ടാബ് മാത്രം ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക. പിന്നെ മെസ്സഞ്ചേഴ്സൊക്കെ സൈൻ ഔട്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഏതാണോ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പീഡ് കുറയണ ഒരു പരിധി വരെ നമുക്ക് ഒന്ന് ശരിയാക്കി ഇടാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്പീഡ് കൂട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. എയർപ്ലെയിൻ മോഡ് എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതവിടെ
എയർപ്ലെയിൻ മോഡിൻ്റെ ഒരു എയർപ്ലെയിൻ്റെ സിമ്പിൾ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് എയർപ്ലെയിൻ മോഡാവും. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിലേക്ക് തന്നെ അത് വരും. അത്രയേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ട്രൈ മൈ സ്പീഡിൽ എങ്ങനെയാണ് നമ്മുടെ സ്പീഡ് നെറ്റിൻ്റെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എടുത്തിട്ട് ട്രൈ മൈ സ്പീഡ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ട്രൈ എന്താണെന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആപ്പ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ട്രൈ മൈ സ്പീഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എൻ്റെ ഐഡിയയുടെ നെറ്റ്, അപ്പോൾ ഐഡിയേൻ്റെ ഇത് കാണിക്കേണ്ട ഇവിടെ നമുക്ക് ബിഗിൻ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നോ താങ്ക്സ് ലൊക്കേഷൻ ചോദിക്കുന്നത് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നോ താങ്ക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ ഡൗൺലോഡിങ് സ്പീഡ് ഇവിടെ കാണിക്കുന്നത് ഇതാണ്. ഇത് കുറച്ച് കുറവാണ്, കാരണം എല്ലാവരും ബാൻഡ് ഷെയർ ചെയ്യണതാണ്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ലോണം കൊടുക്കും. ഇതിപ്പോൾ 1:1 പോലെ തന്നെ വരുന്നുണ്ട്, അപ്ലോഡും ഡൗൺലോഡും. അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അയക്കണ സ്പീഡ്, അതായത് നമ്മൾ വല്ല ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സെൻഡ് ചെയ്യണതൊക്കെ അപ്ലോഡും, നമ്മൾ എന്തെങ്കിലും ഫേസ്ബുക്ക് പേജൊക്കെ റീഡ് ചെയ്യണത് ഡൗൺലോഡുമാണ്. അപ്പോൾ ചാറ്റ് ചെയ്യണതൊക്കെ നമ്മൾ സെൻഡ് ചെയ്യണ മെസ്സേജൊക്കെ അപ്ലോഡിങ് ആയിട്ടാണ് വരിക. അപ്പം ഇത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതല്ലാണ്ട് നമ്മൾ ലാപ്പിലൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത് ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ലാപ്പ് ഉണ്ട്, പക്ഷേ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് വെച്ച് ചെയ്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് ഗൂഗിൾ എടുക്കുകയാണ്. ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കാം, സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ഇത് വന്നു സ്പീഡ് ടെസ്റ്റ്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ടാണ് അത് വന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. സ്പീഡ് ടെസ്റ്റ് എടുക്കുക, ഫസ്റ്റ് ലിങ്ക് തന്നെ എടുക്കുക. സ്പീഡ് ടെസ്റ്റ് ബൈ ഊക്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരെ, അത് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്യുമ്പോൾ വോഡാഫോൺ ഐഡിയ കണക്ഷനാണ്, അതിൻ്റെ സെർവർ ഏതാണെന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ചെക്ക് ചെയ്യാണ്, സ്പീഡ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ബി പേഷ്യൻറ്റ്. നമുക്ക് എന്ത് ചെയ്യുക, കാരണം ഇത് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ വരുന്നത്. ഇത് കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾക്ക് ഇത് പി സിയിൽ നിങ്ങളുടെ ബ്രോഡ്ബാൻഡൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വരും. അല്ലെങ്കിൽ നമുക്കിത് എന്താണ് കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. കാരണം നമുക്ക് നേരത്തെ വളരെ ചെറിയ സ്പീഡായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ വീട്ടിൻ്റെ അകത്തായതുകൊണ്ട് എന്താ റേഞ്ച് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അത് വരും. ഇപ്പോൾ കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല, അതാ വന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോഡാഫോൺ ഇന്ത്യയാണ്, ACT ഫൈബർ നെറ്റിൻ്റെ സെർവറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ട്രൈ മൈ സ്പീഡിൽ കണ്ട അതേ സ്പീഡ് തന്നെയാണ് കാണിക്കുന്നത്. അറൗണ്ട് ഇത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡ് 4 കയറണം, എല്ലാം ഒരു എഴയണ പോലെ തന്നെ സ്പീഡ് കയറുന്നുണ്ട്. അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഇപ്പം 7.76 MB ഡൗൺലോഡും. അപ്ലോഡ് എത്ര ഉണ്ട് നോക്കാം. അപ്ലോഡ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നാളെ മോർണിംഗിലേ പറ്റുള്ളൂ. കാരണം എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൈം ടൈമാണിത്. അപ്പം ആ ഒരു ടൈമിലാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ബാൻഡ് വിഡ്ത്തിൽ നല്ല ഇഷ്യൂസ് ഉണ്ടാവും. കാരണം എന്താ, പ്രത്യേകിച്ച് ഈ ടൈമിൽ എല്ലാവരും വർക്ക് അറ്റ് ഹോം ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ടാബ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇടയ്ക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യുക, പിന്നെ മോഡ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫോണൊന്ന് എയർപ്ലെയിൻ മോഡാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.